ഹായ് ഗൈസ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കിയ സോണറ്റ് ഇത് HT-X മോഡലാണ്, 2020 മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് അപ്ഗ്രേഡേഷൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് ഊരിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഊരേണ്ട പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഇങ്ങനെ ഒരു പാനൽ ഇവിടെ വരുന്നുണ്ട് താഴെ. ഇവിടെ ഇത് കറക്റ്റായിട്ട് ഊരിയെടുക്കുക. ഓക്കെ, ഈ പാനൽ ഊരിയെടുക്കുന്ന നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ഒന്നുകിൽ ഈ ഭാഗത്തു നിന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുക. മെല്ലെ മെല്ലെ പ്ലാസ്റ്റിക് ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് വരാൻ നോക്കുക. ഇതിന് നമുക്ക് 3 ലോക്കുകളും മെയിനായിട്ട് വരുന്നത്. ഈ വൈറ്റ് കാണുന്ന 1, 2, 3 ഈ വൈറ്റ് കാണുന്നതാണ് മെയിനായിട്ട് ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഊരിയെടുക്കുമ്പോൾ പ്രത്യേകം വളരെ കെയർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ടൂൾസുകൾ. ഓക്കെ, പിന്നെ വരുന്ന ഒരു പാനലാണ്, അത് ഇവിടെയാണ് വരുന്നത്. ജസ്റ്റ് ഇവിടെ ഇവിടെ വരുന്നുണ്ട്, ഈ ഭാഗത്തായിട്ട് ഇത് ഊരിയെടുക്കുക. അതിനുശേഷം ഇവിടെ 2 സ്ക്രൂ, ജസ്റ്റ് ഫോക്കസ്, ഒന്ന് ഇതിന് നേരെ ഈ സൈഡിലായിട്ട് ഒന്ന് കൂടെ 2 സ്ക്രൂ വരുന്നുണ്ട്. അത് ഊരിയതിന് ശേഷം ജസ്റ്റ് ഇത് കൊണ്ട് ബാക്കിലോട്ട് ഒന്ന് വലിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രഷർ കൊടുക്കണം. ഓവർ പ്രഷർ കൊടുക്കണ്ട, ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്നത്. ഇതിന് 1, 2, 3, 4 ക്ലിപ്പാണ് വരുന്നത്. അതുകൊണ്ട് പുറത്തോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ വരുന്നതാണ് നമുക്ക് ഇവിടെ മെയിൻ ഇതിൻ്റെ OEM ഫ്രെയിം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഊരുന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം 1 by 1 ആയിട്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിന്നും ഊരി തുടങ്ങണം. ഓക്കെ, മെല്ലെ മെല്ലെ 1, 2, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3, പിന്നെ ഈ ലാസ്റ്റിൽ ഈ 4 ഭാഗത്താണ് ഇതൊക്കെ. ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. 1, 2, 3, 4 ഈ 4 ക്ലിപ്പാണ് ശരിക്കും ഇതിനായിട്ട് പിടുത്തം വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഈ ഭാഗത്തുനിന്ന് വേണം ജസ്റ്റ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലാസ്റ്റിക് അതുപോലെ മെറ്റൽ ടൂളുകളൊക്കെ ഉപയോഗിക്കുക. സ്ക്രൂ ഡ്രൈവർ അതുപോലെ ഇങ്ങനെയുള്ള ടൂൾസുകളൊന്നും ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഊരുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഈ തറ്റം ഒക്കെ ഭയങ്കര ഹാർഡാണ്. അപ്പം നമ്മുടെ പൊതുവെ ഇപ്പോൾ വരുന്ന വണ്ടികൾ, ഈവൻ കിയ ആവട്ടെ വണ്ടികളൊന്നും ഇതിൻ്റെ നമ്മുടെ ഡാഷ്ബോർഡുകളെല്ലാം വരുന്ന പ്ലാസ്റ്റിക് ട്രിമ്മുകളാണ്. വളരെ ക്വാളിറ്റി കുറവാണ് ഈ വണ്ടി പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്ക്രാച്ച് പൊട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അറിയാലോ, ഇത് വളരെ സ്ലിം ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, വളരെ സ്ലിം ആയിട്ടുള്ള പാർട്സ് ആണ്. അപ്പോൾ വളരെ കെയർ ആയിട്ട് വേണം നമ്മൾ ദൂരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഓപ്പണർ ടൂളുകളാണ്. പിന്നെ മെറ്റലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെറ്റലുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലുകൾ വേണം ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾ നോക്കിയാൽ പറ്റും, അത്രയും സോഫ്റ്റ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് ഓപ്പണിങ്ങിന് ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. നിങ്ങൾ പ്ലാസ്റ്റിക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അത് തിരിച്ചു പോകാണ്ടിരിക്കാൻ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ഓപ്പണിങ് എന്തായാലും നമ്മൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സോഫ്റ്റ് മെറ്റലുകൾ ഉപയോഗിച്ചിട്ട് മെല്ലെ ഇങ്ങനെ അടർത്തിയെടുക്കാം. അതുപോലെ ഇതൊക്കെ സോഫ്റ്റ് മെറ്റലുകളാണ് വരുന്നത്. ഇതും നമ്മുടെ എന്താ പറയുക, വാച്ച് റിപ്പയറിലൊക്കെ ഉപയോഗിക്കുന്ന ടൂളാണ്. വളരെ ഈസി യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് ടൂളുകളാണ്. ഇതും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർ ആയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഊരിയെടുത്തു. ജസ്റ്റ് ദാറ്റ്, അത്രേ ഉള്ളൂ. അതിന് ശേഷം വരുന്നതാണ്, നിങ്ങൾക്ക് നോക്കിയാൻ പറ്റും, 1, 2 ഓൾറെഡി ഞാൻ സ്ക്രൂ അയച്ചതാണ്. ജസ്റ്റ് ഇതിപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം സ്ക്രൂ ഇട്ടതാണ്. 1, 2 അതുപോലെ 3, 4 അങ്ങനെ 4 സ്ക്രൂ ആണ് വരുന്നത്. സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ജസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്ത് തരാം. താഴെ ഇതിനകത്തൊരു 10ന്റെ നെട്ട് വരുന്നുണ്ട്. അത് വല്ല റാച്ചറ്റോ OTയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഊരിയെടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക താഴെ വീഴാണ്ടിരിക്കാൻ. കാരണം താഴെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ജസ്റ്റ് ഇത് പുൾ ഔട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് വരും. അത്രേ വരുന്നുള്ളൂ.